എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എൻ്റെ പ്രേക്ഷകരും ഈ വീഡിയോ കാണുന്ന ആളുകളും അവർക്ക് ഒരിക്കലും സ്റ്റെം സെൽ തെറാപ്പി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ യൂസസ്, അത് ആർക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ സൈഡ് എഫക്ട്സ്, അതിൻ്റെ കോൺസ് ആൻഡ് പ്രോൺസ്, എവറിത്തിങ് അതിൻ്റെ ഇത് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ, ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, വെറുതെ നിങ്ങളാരും ഓരോരോ പരസ്യവും ഓരോരോ കാര്യങ്ങളും പറയലും അല്ലെങ്കിൽ റിവ്യൂസും കേട്ടിട്ട് വെറുതെ കൊണ്ടുപോയി നിങ്ങളെ കാശ് എവിടെയെങ്കിലും ഇടാതെ ശ്രദ്ധിക്കുക. അതിനുള്ളൊരു എന്താ പറയുക, നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലാവാൻ കൂടുതലായിട്ടും സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. മാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. എന്താ വെച്ചാൽ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മുടി കൊഴിച്ചിൽ, ഞാൻ കഷണ്ടി ആവും എന്നുള്ളൊരു സങ്കടം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അത് നിങ്ങൾക്ക് തിരിച്ച്, ആ കോൺഫിഡൻസൊക്കെ തിരിച്ച് കിട്ടും. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വിചാരിച്ച് വെച്ച പോലെ എല്ലാ കാര്യങ്ങൾ, വി ആർ ഓൾവേസ് ഫോളോയിങ് എ മാസ്. അതായത് എന്താ പറയുക, ഒരു മാസ് ഓഫ് പീപ്പിൾ, എങ്ങനെയാ വെച്ചാൽ ഒരു കുറേ കൂട്ടം ആളുകൾ, ഒരു ഹേർഡ് കാറ്റഗറിയാണ് അധികം. അതായത് കുറേ ആളുകൾ ഒരാളെ ഫോളോ ചെയ്യുക. അതാണ് നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ പ്രശ്നം. അതായത് ആരോ കുറച്ച് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ കുറച്ച് പണമുള്ള ഒരാൾ എന്താണോ അയാൾ പറയുന്നത് അതായിരിക്കും ശരി എന്നാണ് ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മൾ കൂടുതലായിട്ടും സായിപ്പന്മാർ പറയണതെല്ലാം അത്രയും കൺഫേം ആയിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർ കേൾക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മുടി എന്ന് പറയുന്ന സാധനം ഏതൊരു കോശത്തെയും പോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? നഖം ഉണ്ടല്ലോ, നഖം ഇങ്ങനെ വളർന്നു വരും, കൊഴിഞ്ഞു പോവും. പക്ഷേ നഖത്തിനെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? നഖം എന്താ എൻ്റെ അത് വരാത്തതെന്ന് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ പോയ നഖം അത്ര സുഖമായിട്ട് വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത്ര ഗ്രോത്തേ ഉള്ളൂ എനിക്ക് നഖത്തിൽ എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? അതും പോട്ടെ, നിങ്ങളുടെ സ്കിന്ന് എല്ലാ ദിവസവും ഷെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ? അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്കിൻ ഷെഡായി പോകുന്നുണ്ട് എന്നുള്ള കാര്യം? ഓരോ ദിവസവും നിങ്ങൾ എണീച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന എൻ്റെ ഈ ഇവിടുത്തെ പാടുണ്ടല്ലോ, ഈ പാടിൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കുമെങ്കിലും അതിൻ്റെ ഇടയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള വളരെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്കിന്ന് ഷെഡ് ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾ അറിയണില്ലല്ലോ. ഇതേപോലെ ഒരു സാധനമാണ് ഈ മുടിയും. ബേസിക്കലി മുടി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കൊഴിയാൻ കാരണം, പുതിയ മുടി ഗ്രോ ചെയ്യുക, പുതിയത് വരുമ്പോൾ പഴയത് കൊഴിയുക. അത് അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത് 50 തൊട്ട് 100 മുടി വരെ നോർമൽ ഒരു ദിവസം കൊഴിയാം. പുതിയത് വരാതെ, മീൻസ് പുതിയത് വരണം എന്നുണ്ടെങ്കിൽ പഴയത് കൊഴിയണം, അല്ലെങ്കിൽ പഴയത് ആനഫേസിലായിരിക്കണം. എന്നാൽ പുതിയതിനും കൂടി അതിൻ്റെ കൂടെ എക്സ്ട്രാ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗ്രോ ചെയ്യുക, അല്ലെങ്കിൽ അതിന് മാത്രം സ്റ്റെം സെൽസ് നിങ്ങളെ ആ ഫോളിക്കിളിൽ ഉണ്ടാവണം. മനസ്സിലായല്ലേ? ഇതാണ് മുടീൻ്റെ ഒരു കാറ്റഗറി. അപ്പോൾ പൊതുവേ നമ്മൾ വിചാരിക്കും ഫോളിക്കിളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഫോളിക്കിളൊന്നും അങ്ങോട്ട് പോവില്ല. ഫോളിക്കിൾ ബേസിക്കലി ഇനാക്റ്റീവായിട്ട് കിടക്കുക. അതായത് നിങ്ങൾ കാണുന്ന മുടി, ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ഹെയർ ആയി വരാൻ ഏകദേശം ഒരു 8 മാസം തൊട്ട് 1 വർഷം വരെയൊക്കെ എടുക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടൊരു തിക്കായിട്ടുള്ളൊരു ഹെയർ ആയിട്ട് വരിക. ഈ ഹെയർ കൊഴിഞ്ഞു പോയാൽ നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ നിന്നാണ് നിങ്ങൾക്ക് പുതിയ ഹെയർ വരുന്നതെന്ന്? മനസ്സിലായോ? എവിടെ നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല? ഈ പുതിയ ഹെയർ വരുന്നത് ഹെയർ സെൽസ് എന്നാണ്. അപ്പോൾ ഈ ഹെയർ സെൽ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഈ ഹെയർ സെൽ ഉണ്ടാവുന്നത് സ്റ്റെം സെൽസ് എന്നാണ്. ഈ സ്റ്റെം സെൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ സെല്ലും കുറയും, പുതിയ മുടി ഉണ്ടാവില്ല. മനസ്സിലായോ? അതാണ് എൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് വഴി
നിങ്ങൾക്ക് മെയിനായിട്ട് യൂസ് കിട്ടുക എവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹെയർ ലൈനൊക്കെ അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് താഴോട്ട് ഇറക്കി കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്റ്റ് ചെയ്യുമായിരിക്കും നല്ലത്. ഹെയർ ലൈൻ താഴോട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയ ഈ ഏരിയയിൽ പോയ ഹെയർ, ക്രൗൺ ഏരിയയിൽ പോയ ഹെയർ, നെറുകിൽ ഇവിടെ പോയ ഹെയർ, അല്ലെങ്കിൽ 2 നെറ്റി കയറിയിട്ടുണ്ട്, കയറിയ ഭാഗത്ത് ആ ഒരു ഹെയർ ലൈനിൻ്റെ ആ ഒരു പോർഷൻ്റെ അവിടെ ഭയങ്കര തിന്നിങ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സെൻട്രൽ പോർഷനിൽ ഒട്ടും ഹെയർ ഇല്ല, അവിടെ പോയത്, അതൊക്കെ നമുക്ക് സ്റ്റെം സെൽസ് കൊണ്ട് വളരെ സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും അത്ഭുതപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം അത് യാഥാർത്ഥ്യമാണ്, വളർത്തിയെടുക്കാൻ പറ്റുമെന്ന്. നിങ്ങളത് ഇത്ര അത്ഭുതത്തോടെ കേൾക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ആസ് എ പാർട്ട് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു ഡയലോഗ് അധികം കേൾക്കാറില്ല. എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും, ഒന്നെങ്കിൽ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ വിഗ്, ഇത് രണ്ടുമാണ് നിങ്ങൾ ഇത്രയും കേട്ടത്. PRP എന്ന് പറഞ്ഞ സംഭവം ബേസിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്രോഡാണ്. PRP ഫ്രോഡ് ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ദ വേ ദേ ആർ ട്രീറ്റിംഗ്, അല്ലെങ്കിൽ ദ സ്റ്റെപ്സ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ പീപ്പിൾ ഹൂ ആർ ഡൂയിങ് ആക്ച്വൽ PRP എന്ന് പറയുന്നത് എഫക്റ്റീവാണ്. ബട്ട് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ പല ക്ലിനിക്സും യൂസ് ചെയ്യുന്ന മെത്തേഡ്, അവർ യൂസ് ചെയ്യുന്ന RPM, ഡിസ്പ്ലേസ്മെൻറ്റ്, അതൊക്കെ വളരെ റോങ്ലിയാണ് PRPയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്നങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് പോട്ടെ, PRPൻ്റെ കാര്യം. സ്റ്റെം സെൽ തെറാപ്പിയിലോട്ട് വീണ്ടും വരികയാണെങ്കിൽ ഇതാണ് സ്റ്റെം സെൽ തെറാപ്പിയിൽ ഒരു ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. മെയിനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് രണ്ടുപേർക്കും നല്ല യൂസ്ഫുള്ളാണ്. ഏറ്റവും ബെനിഫിറ്റ് ആവുന്ന ആർക്കാന്ന് വെച്ചാൽ യൂത്ത്, ഒരു 30s ആളുകൾക്ക് ആൻഡ് 40 to 45 ഇയേഴ്സ് വരെയുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന മുടി വീണ്ടും ഗ്രോ ചെയ്ത് നിങ്ങൾക്ക് പോയ മുടി വീണ്ടും അതേപോലെ വരികയാണ്. അപ്പോൾ ഈ അതേപോലെ വരുന്ന മുടി വീണ്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അണ്ടർലൈങ് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവും. അതായത് നിങ്ങൾക്ക് നേരത്തെ മുടി കൊഴിഞ്ഞത് ഒരു അണ്ടർലൈങ് ഫാക്ടർ ഉള്ളതുകൊണ്ടായിരിക്കും. ആ ഫാക്ടർ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാരമ്പര്യ കഷണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പോയ മുടി തിരികെ കൊണ്ടുവന്നാലും അത്ര എളുപ്പം പെട്ടെന്ന് പോവില്ല. ബിക്കോസ് നിങ്ങളപ്പോഴും ഒരു ചാൻസ് ഓഫ് DHT, അതായത് എന്താ പറയുക, കഷണ്ടി ആവാൻ ചാൻസ് കൂടുതൽ നിൽക്കുകയാണെങ്കിലും, പക്ഷേ നിങ്ങളങ്ങനെ വന്ന മുടി അങ്ങനെയായിട്ട് കൊഴിച്ച് കളയാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടുള്ള ഒരു മുടി കഷണ്ടി ആയതെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ വന്ന മുടി പെട്ടെന്ന് ചിലപ്പോൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അണ്ടർലൈൻ കോസ് കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് തരുമ്പോൾ തന്നെ വിറ്റാമിൻസിൻ്റെയും വിറ്റാമിൻ D, എസ്പെഷ്യലി വിറ്റാമിൻ D നമ്മൾ കറക്റ്റാക്കി കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മൾട്ടി വൈറ്റമിൻസ് ഇൻക്ലൂഡിങ് അയൺ വരെയുള്ള മൾട്ടി വൈറ്റമിൻസ് ബയോട്ടിനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. കാരണം ഇതൊക്കെ ആകുമ്പോൾ അണ്ടർലൈങ് കോസസ് കറക്റ്റ് ആവും. അതായത് അയൺ ഡെഫിഷ്യൻസി കാരണമാണെങ്കിലും, ഫെറിറ്റിൻ കാരണമാണെങ്കിലും, പ്ലേറ്റ്ലെറ്റ് കാരണമാണെങ്കിലും, വിറ്റാമിൻ D കാരണമാണെങ്കിലും ഒക്കെ അത് കാരണം ഉണ്ടാകുന്ന കഷണ്ടിയാണെങ്കിൽ അതെല്ലാം കൂടെ കറക്റ്റ് ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് 2 സിറ്റിംഗ് ആയിട്ടാണ് ചെയ്യാറ്. ഫസ്റ്റ് സിറ്റിംഗ് 1 ഒരു 1.5 മണിക്കൂർ എടുക്കും. സിറ്റിംഗ് 2 15 ദിവസം കഴിഞ്ഞിട്ട് അതും ഒരു 1.5 മണിക്കൂർ എടുക്കും. ഈ 2 സിറ്റിംഗാണ് ഉണ്ടാവുക. ഇത് വളരെ എന്താ പറയുക, സേഫാണ് എന്നുള്ളത് ആദ്യം തന്നെ പറയാം. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ സ്റ്റെം സെൽസ് എവിടെ നിന്നും എടുക്കുന്നില്ല. നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി ഫോളിക്കിൾസിലുള്ള സ്റ്റെം സെൽസ്, അതായത് ഓൾറെഡി നിങ്ങളുടെ ഫോളിക്കിൾസിനകത്ത് ഉള്ള സ്റ്റെം സെൽസ് വിച്ച് ആർ ഗോയിങ് ടു ബിക്കം ദ ഹെയർ സെൽസ്. അത് ഇനാക്റ്റീവായി കിടക്കുന്നതുകൊണ്ടാണ് ഹെയർ സെല്ലായി മാറാൻ പറ്റാത്തത്. അങ്ങനത്തെ സ്റ്റെം സെൽസിനെ ആക്റ്റീവാക്കി മാറ്റുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഗ്രോത്ത് ഫാക്ടേഴ്സ് വഴി ചെയ്യും, സ്റ്റിമുലേഷൻ വഴി ചെയ്യും, പിന്നെ മൈക്രോ നീഡ്ലിംഗ് വഴി ചെയ്യുന്നുണ്ട്, പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള പ്ലാൻ ബേസ്ഡ് സ്റ്റെം സെൽസ് ലൈക്ക് മാലസ് ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞ പോലത്തെ പ്ലാൻ ബേസ്ഡ് സ്റ്റെം സെൽസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെട്രിക്സൈൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോപ്പർ കോമ്പൗണ്ട്സ് അങ്ങനത്തെയൊക്കെ കണ്ടൻസ് വെച്ചിട്ട് ഉള്ള ഓർഗാനിക് ആയിട്ടുള്ള സിറംസും
യൂസ് ചെയ്തിട്ട് ഈ ഒരു മിക്സ്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റെം സെൽ തെറാപ്പിയിൽ നിങ്ങളെ ഈ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളെ ഒരു കേസ് പറയാലോ, ഇതിൽ നമുക്ക് റിസൾട്ട് നിങ്ങൾക്ക് അഥവാ ഇനി ഒട്ടും വരണില്ല, നിങ്ങളെല്ലാം രീതിയിലും നമ്മൾ പറയുന്ന പോലെ പോയിട്ടും ഒട്ടും വരുന്നില്ലെങ്കിൽ 4 മാസം, ഒരു 4.5 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും വരുന്നില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് കൊടുക്കാവുന്നുള്ളൂ, യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ. കാരണം എന്താ വെച്ചാൽ 4 മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടറെ പറഞ്ഞ് 45 to 60 ദിവസം, 45 to 60 ഡേയ്സ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. കാരണം എന്താ വെച്ചാൽ യൂഷ്വലി ഒരു ആളുകളിൽ കാണുന്ന ഒരു ടൈം പീരീഡാണ് 60 ഡേയ്സിൻ്റെ ഉള്ളിൽ ഹെയർ റിസൾട്ട് വരുന്നുണ്ട്. ബട്ട് ഇൻ കേസ് ചില ആളുകളിൽ മനുഷ്യന്മാരാണ്, അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ചില ആളുകളിൽ അത് ചിലപ്പോൾ 60 ഡേയ്സ് കഴിഞ്ഞു പോവാം. അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ പറയാലോ, നിങ്ങളൊരു 4 months വരെ വെയിറ്റ് ചെയ്യൂ. ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കോഴിക്കോട് മലാപ്പറമ്പാണ് എൻ്റെ ക്ലിനിക്കുള്ളത്. ഞാൻ ഇവിടെ തൊണ്ടയാട് ലാൻഡ്മാർക്കിലാണ് സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ എല്ലാം ഗൂഗിളിൽ ഒന്ന് ക്വിക്ക് സെർച്ച് വിൽ ഗീവ് ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് മീ. സോ നിങ്ങൾക്ക് ഞാനൊരു എന്താ പറയുക, ഒരു സ്ട്രേഞ്ച് ഗൈ അല്ല, ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വന്നിട്ട് കുറച്ച് കാലം ഷൈൻ ചെയ്യാന്ന് വെച്ചിട്ട് ബ്ലാ 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 പറയുന്നതിന് പേരെടുക്കാൻ വന്നതല്ല. ഐ ഹാവ് എ വിഷൻ, ഐ ഹാവ് എ എയിം. എനിക്ക് പ്രസൻ്റ്ലി ഐ ഹാവ് ടു റീച്ച് മോർ പീപ്പിൾ, കൂടുതൽ ആളുകളെ അടുത്തെത്തണം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം, നമ്മൾ ക്ലിനിക്കിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയോ ആരോടെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പേഷ്യൻസിനോട് ചോദിക്കുക, ഇവിടെ വന്നവരോട് ചോദിക്കുക. ഇവിടെ വന്നവരെ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ ഇപ്പോൾ വരാറുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ പേഷ്യൻസും ഉണ്ട്. നിങ്ങൾക്ക് അവരൊക്കെ നമ്പർ ഇവിടുന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണവരുണ്ടെങ്കിൽ അറിയുന്നവരുടെ അടുത്തുനിന്ന് വാങ്ങുക. അല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകളോടോ ഇവിടെ വരാത്ത ആളുകളോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ പറ്റി അറിയണമെങ്കിൽ, നമ്മളെ നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മളെ അടുത്ത് വന്നവരോട്, നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്തവരോട് സംസാരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പറയാലോ, ബേസിക്കലി ഞാൻ പറയാം, മിനോക്സിഡിലിൻ്റെ ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മിനോക്സിഡിൽ ആവശ്യമാണോ? മിനോക്സിഡിൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ, മിനോക്സിഡിൽ ഭയങ്കര നെസസറി ആയിട്ടൊന്നുമല്ല. മിനോക്സിഡിലും അല്ലെങ്കിൽ റെഡൻസിലൊക്കെ നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ, ഈ മിനോക്സിഡിലെ ഫങ്ഷൻ എന്താ അറിയോ? രക്തയോട്ടം കൂട്ടുക. അതെങ്ങനെ കൂട്ടുക? രക്തക്കുഴലുകൾ വികസിപ്പിക്കും, എന്നിട്ട് രക്തയോട്ടം കൂട്ടും. എവിടേക്ക്? മൈക്രോ സർക്കുലേഷൻ കൂട്ടും മുടിയിലോട്ടുള്ള. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ രക്തയോട്ടം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് മിനോക്സിഡിൽ നിർത്തുമ്പോൾ പെട്ടെന്നാണ് ആ വികസിച്ച രക്തക്കുഴൽ വീണ്ടും ചുരുങ്ങുന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു അത്രയും കാലം രക്തയോട്ടം കൂടിക്കൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് കുറവ് വരുമ്പോൾ മുടി കൊഴിയാൻ തുടങ്ങും. അതാണ് ഈ മിനോക്സിഡിൽ കൊഴിയാൻ ഉള്ള കാരണം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ മിനോക്സിഡിൽ ഡയറക്റ്റ്ലി ഒരു ഹോർമോണിയും എഫക്റ്റ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ ഈ മിനോക്സിഡിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് നമ്മൾ തടസ്സപ്പെടുത്തണം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, യൂഷ്വലി നമ്മൾ ടേപ്പർ ചെയ്ത് കൊണ്ടുവരിക. അതായത് ഒരിക്കലും മിനോക്സിഡിൽ ടോപ്പിക്കലായിട്ടുള്ള സാധനം 2 നേരം തേക്കരുത്. കഴിയുന്നത് അത് 1 നേരം തേക്കാം. 5% ടേപ്പർ ചെയ്ത് 2% ആക്കുക. 5% ടേപ്പർ ചെയ്ത് 2%, പിന്നെ 1.5 അങ്ങനെ ടേപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ വേറൊരു എഫക്റ്റീവ് വേ ആണ്, ഈ സ്റ്റോപ്പ് ചെയ്യണോണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 1 month കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അപ്പം തന്നെ നിങ്ങൾ വിറ്റാമിൻ ഇവിയോൺ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്, വിറ്റാമിൻ ഇ. അത് വെറും വിറ്റാമിനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിർത്തിയാലും കഴിച്ചാലും പ്രശ്നമില്ലാത്തതാണ്. ഇവിയോൺ കഴിക്കാൻ തുടങ്ങുക. അത് സർക്കുലേഷൻ ബെറ്റർ ആക്കും. അതുകൊണ്ട് നിങ്ങൾ വൺസ് ഇതേപോലെ ടേപ്പർ ചെയ്ത് മിനോക്സിഡിൽ നിർത്തിക്കഴിഞ്ഞാലും യു വിൽ നോട്ട് ഹാവ് മച്ച് എഫക്റ്റ്. അതിനെ കൊണ്ട് ഒരു വലിയൊരു എഫക്റ്റ് ഉണ്ടാവില്ല, സൈഡ് എഫക്റ്റ് അതിനെക്കൊണ്ട് വലുതായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. അതായത് അതുകൊണ്ട് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു 4 മാസത്തിൻ്റെ മുകളിൽ ഒരു മരുന്നോ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴിക്കാനുള്ള മരുന്ന് ബേസിക്കലി നമ്മൾ വേറെ ഒന്നും കൊടുക്കാറില്ല. ബയോട്ടിനും വിറ്റാമിൻ ഡിയും അല്ലാതെ വേറെ ഒരു സാധനവും നമ്മൾ കൊടുക്കാറില്ല. അത് ആദ്യം മനസ്സിലാക്കാം. പിന്നെ ചില ആളുകൾക്ക് മാത്രം, വളരെ റെയർ ആളുകൾക്ക്, നല്ല കഷണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ
മിനോക്സിഡിൽ ഈ ടേപ്പർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൊടുക്കും. അത് വളരെ ചുരുക്കം ആളുകളിൽ നല്ല കഷൻ്റെ ആണെങ്കിൽ മാത്രം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? മിനോക്സിഡിൽ അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ മെക്കാനിസം അറിയാതെ നിങ്ങൾ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ സൈഡ് എഫക്റ്റും എത്രത്തോളം ഉണ്ടാവുമെന്ന്. അതേപോലെ പറയാനുള്ള വേറൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഗൾഫിൽ പോകുമ്പോൾ നിങ്ങൾ പൊതുവേ ഈ പ്രശ്നം വരുന്നത് വെള്ളം കൊണ്ടാണ്. ഈ വെള്ളത്തിൽ എങ്ങനെയാണ് നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. അതൊന്നും കണ്ടു നോക്കുക. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയേണ്ടത് അതിനെപ്പറ്റി. പിന്നെ വേറെ മെയിനായിട്ടുള്ള കാര്യം, നമുക്ക് ഒരുവിധം ഏതൊരു വ്യക്തിക്കും ഹെയർ വരുത്താൻ പറ്റും. അതിന് കുറച്ചൊരു ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ കാര്യത്തിൽ, ഹെയറിൻ്റെ കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഈ ഹെയർ എന്ന് പറയുന്നത് നമ്മൾ ഫോളിക്കിൾ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഈ സ്കാൽപ്പിൻ്റെ തൊട്ട് താഴെയല്ല, അത് ഡീപ്പറാണ്. കുറച്ച് എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് ഡെർമിസിലാണ് അത് കിടക്കുന്നത്, കുറച്ച് ഡീപ്പറായിട്ട് കിടക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളെ സ്കാൽപ്പിൻ്റെ വശം എന്നൊക്കെയാണ്, ഔട്ടർ സ്കാൽപ്പ്. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഫോളിക്കിൾ. അപ്പോൾ ഈ വരുന്ന മുടി ഇവിടുന്ന് ഇങ്ങനെ പൊന്തി വരണം. ഇവിടുന്ന് ഇങ്ങനെ പൊന്തി വരുന്നത് നമ്മൾ കാണാൻ തുടങ്ങുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് പൊന്തി വരുമ്പോഴാണ്. ഈ ഫോളിക്കിളിന് ഇവിടുന്ന് പൊന്തി ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ മുടി വരുന്നത് കാണുന്നുള്ളൂ, ഇങ്ങനെ പൊന്തി വരുമ്പോൾ. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 45-60 ഡേയ്സ് എന്നൊക്കെ പറയുന്നത്. അത് ഡീപ്പായിട്ടുള്ള ആളുകളിൽ ഫോളിക്കിൾ കുറച്ചും കൂടി ഡീപ്പാണെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങി കുറച്ചും കൂടി താഴോട്ട് പോകും. നേരെ മറിച്ച് അത്യാവശ്യം ഹെൽത്തി അല്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത മീൻസ് അത്ര ഡീപ്പായിട്ടുള്ള ഫോളിക്കിളല്ല നിൽക്കുക. അപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സ്പ്രൗട്ട് ചെയ്ത് പുറത്ത് വരുന്നത് കാണാം. മനസ്സിലായോ? ഇതൊന്നും അധികം ആൾക്കാർ പറഞ്ഞു തരാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് വേരിയബിൾ ടൈം എടുക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് മുടി വരുത്താം, നിങ്ങൾക്ക് സുഖമായിട്ട് വരുത്താം, അത് സുഖമായിട്ട് നിലനിർത്താം, അത് സുഖസുന്ദരമായിട്ട് കൊണ്ട് നടക്കുകയും ചെയ്യാം. നേരെ മറിച്ച് ഫുള്ളി കഷണ്ടി ആയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. കാരണം ഫുള്ളി കഷണ്ടി ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെം സെൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക, ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഹെയർ വന്ന പോലെയും. അതുകൊണ്ട് ഫുൾ കഷണ്ടി ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഡു ട്രാൻസ്പ്ലാന്റേഷൻ. അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ ഒരു കോസ്റ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് നഷ്ടം വരാൻ പോണില്ല. കാരണം എന്താ വെച്ചാൽ either you will get something or you are not gonna lose anything. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഒരു നഷ്ടക്കച്ചവടമാവില്ല. കാരണം ഇതിൽ വരുന്നതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും ആളുകൾ ആരും വെറുതെ പറയില്ല. ഞങ്ങളെ അടുത്ത് വന്ന് ചെയ്ത ആളുകൾ മനസ്സിലാക്കാം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ മിനോക്സിഡിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് നിർത്തേണ്ടത് എന്നുള്ളത് പല മെത്തേഡ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ ഒരു മെത്തേഡ് മാത്രമേ പറഞ്ഞുള്ളൂ. പല മെത്തേഡായിട്ട് നിർത്താൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ പറയാം, ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഫെനസ്ട്രൈഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണോ ആക്ച്വലി എന്നുള്ളത് ഞാൻ പറയാം. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫെനസ്ട്രൈഡും മിനോക്സിഡിലും ടാബ്ലറ്റൊക്കെ ശരിക്കും പരമാവധി കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്മളൊന്നും കൊടുക്കാറില്ല അത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ അത്രയ്ക്ക് ആഗ്രഹമാണ് മുടി വരണമെന്നുണ്ടെങ്കിൽ ചില ആളുകൾ അതൊക്കെ കഴിക്കുന്നു. 1 കൊല്ലമായിട്ട് കഴിക്കുന്നു, 8 കൊല്ലമായിട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വഴിയില്ലാതെ അത് നിർത്തേണ്ടി വരും. ആ സാധനങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പറ്റുക എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫോർ ദ ടൈം ബീങ് ഇത്രയേ ഉള്ളൂ. ബൈ.